ചിരി പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ 3 മാസമായിട്ടൊരു കുട്ടിയെ കണ്ടു, മലയാള സിനിമയുടെ ആസ്വാദകൻ. അവനിങ്ങനെ മടിയിൽ നിന്നിട്ട് ഇങ്ങനെ സ്ക്രീനിലൊക്കെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം അല്ലേ? അവൻ ആദ്യമായിട്ട് കാണപ്പെടാം, അതിനു മുന്നേ പടം കാണാൻ തുടങ്ങി. പക്ഷെ ഒരു ബഹളോ കരച്ചിലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മുടെ പോലെ. സ്വാഭാവിക, അതെങ്ങനെ സ്വാഭാവികമാണ്? അത് വളരെ സ്വാഭാവികമല്ലേ? അത് വർക്കേണ്ടത് ചുവപ്പ വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ എടുത്ത് പോകുമ്പോൾ സൗണ്ട് വരുന്നുണ്ടോ നോക്കി. ഹലോ, അത് ബോംബെ വഴി വരുമ്പോ വർക്കാവും. നിങ്ങളെല്ലാവരും പടമുണ്ടോ? അതാണല്ലോ കുറച്ചായിട്ട് ഇങ്ങനെ കണ്ടാൽ മതി. ഫസ്റ്റ് സമയത്തേക്ക് കാണണമെന്നില്ല, അഭിപ്രായം കേട്ടിട്ട് നല്ലതാണെങ്കിൽ. അപ്പൊ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? കണ്ടവർക്ക് ചോദ്യങ്ങളുണ്ടോ? ചേട്ടാ, കുറെ നാളുകൾക്ക് ശേഷം ആളുകൾ പറയുന്നുണ്ട് ഒരു ഭയങ്കര ത്രൂ ഔട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു സിനിമ ഉണ്ടെന്ന്. ഇപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്കും ഈ ഇത്തരം സിനിമകളിൽ ഈ ത്രില്ലറിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതിനു മുന്നേ നമ്മുടെ കോമഡി പടമൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോ ഗുരുവായൂരപ്പൻ നല്ലൊരു കോമഡി പടമല്ലേ, പിന്നെ ആവേശം കോമഡി പടമല്ലേ. ത്രൂ ഔട്ട് ഫൺ മാത്രമായിട്ടുള്ളതാണോ ഉദ്ദേശിച്ചത്? കണ്ടത് പറയാം. ഓക്കെ, അത് മറ്റേത് കുറച്ച് ത്രില്ലറും പരിപാടികളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഇത് കുറച്ച് ത്രില്ലിംഗ് പരിപാടികളാണ് നമ്മളൊക്കെ സംബന്ധിച്ച്. MLA സംബന്ധിച്ച് കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു. ഈ പടം കണ്ടില്ലല്ലോ? പടം കാണാതെ ആളാണല്ലോ ചോദിച്ചല്ലോ ആദ്യം. കേട്ടു എന്നാണ് പറഞ്ഞല്ലേ? ഓക്കെ, ടിക്കറ്റ് എനിക്ക് 3 ടിക്കറ്റ് വേണം. വേണ്ടേ? ഒരെണ്ണം മതിയാ? ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഒന്നുമില്ലേ? ബോയ്ഫ്രണ്ടും ആരും ഫ്രണ്ട്സ് ഇല്ലേ? നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കണം. എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ അല്ലേ? വരുന്നും പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതിന് വേറെ ഷിപ്പ് ആണോ? ഈ ഒറ്റയ്ക്കല്ലേ വന്നത്? ബോംബെ അമ്മേനെ പോലെ കൊടുത്തില്ലല്ലോ, കൊണ്ടുവന്നില്ലല്ലോ. ബോംബെയിലല്ലേ? ഇവിടെയും വീടുണ്ടോ? കുറെ അതിനാണ് അവിടെ കണ്ടവരെന്താ പറഞ്ഞേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഔട്ട് പടം ചെയ്യുന്നത്. കാരണം ഫുൾ, അതായത് ആ ഒരു വീടിന് ഉള്ളിലാണല്ലോ ഇപ്പം സംഭവം നടക്കണം. വലിയൊരു വീടിനകത്ത് ഫുൾ കോമഡി ആയിട്ട് പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹ്യൂമറായിട്ട് സീക്വൻസുകൾ വരുമെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കോമിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ്. നമ്മൾ കുറച്ച് വളർന്നു വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ട്. ഇപ്പോൾ കല്യാണവനാണെങ്കിലും തെക്കാശിവട്ടനാണെങ്കിലും അല്ലേ? പറഞ്ഞോ ഇത് കാണണ്ടോ? തെക്കാശിവട്ടനോ? എന്നിട്ട് തീയോ കേട്ടില്ല. ഓക്കെ ഓക്കെ, ബഫറിങ്. ഇനി എടുത്താണ് മൈക്ക് നിങ്ങളുടെ കയ്യിൽ വേണ്ടോ? നിങ്ങൾ അപ്പോഴേക്ക് ഇത് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവിഹിതത്തിനെ കുറിച്ചല്ല പറയുന്നത്, നമുക്കിടയിൽ നടക്കുന്ന അവിഹിതത്തിനെ കുറിച്ചാണ്. MLA ആണെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി ആവണ്ടേ? അതുകൊണ്ട് അത് അവിടെ മാത്രമാണ് നടക്കുന്നത്. ആണോ? ഇന്ന് ജനിച്ച കൊച്ചുങ്ങളെ പോലെ എന്റെ മുന്നിൽ ഇരിക്കരുത് ഇങ്ങനെ ജീൻസ് ഷോർട്ട് ഇട്ടിട്ട്. നമ്മളൊരു കാര്യം പറയുമ്പോ ഇപ്പൊ കമ്മീഷൻ വന്നു, സിനിമ വീട് മാത്രം അങ്ങനെയുണ്ട് വിശ്വസിക്കാൻ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഉട്ടോപ്പിയ ആണാ? ഒന്നില്ലെങ്കിലും മാധ്യമപ്രവർത്തനല്ലേ? അപ്പൊ അങ്ങനെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടുള്ളൂ ഇല്ലല്ലോ. ഒന്നും അറിയാത്തവരല്ലല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയാത്തവരെ പോലെ പറയരുത്, സംസാരിക്കണം. മനസ്സിലായില്ല? അപ്പൊ ഇതില് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവിഹിതത്തെ കുറിച്ചല്ല സിനിമ, നമുക്കിടയിൽ നടക്കുന്ന, നമ്മളും ഇൻക്ലൂഡഡായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു കഥയായിട്ട് പറയുന്നു എന്നുള്ളൂ. ഇതിവിടെ നടക്കുന്നു എന്നും പറയുന്നില്ല. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ലൈവിൽ ആരാണ് വില്ലൻ? ഞാനല്ലേ? ഞാൻ പത്രപ്രവർത്തകനല്ലേ? അത് അവിടെ അങ്ങനെ അതിന് നടക്കുന്ന കഥയാണത്. പറ, ഇതൊക്കെ നമ്മുടെ മണ്ണിലും ഭൂമിയിലും നടക്കുന്നതല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. പൊളിറ്റിക്സിൽ നടക്കണമെന്നാണ് ചോദിച്ചത്.
കോമഡി പോയി ആ അങ്ങനല്ലേ നമുക്കിടയിൽ നടക്കുന്നത് അയാളെ ആണെന്ന് മാത്രം, അതിൽ നടക്കുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം നടക്കുന്ന പരിപാടിയൊന്നല്ല. പക്ഷെ എന്നാലും ആണല്ലോ ആ ഒരു കഥാപാത്രം ഒരു MLA ആണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അത് ആ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ ആക്കിയിട്ടുള്ളതല്ലേ. നല്ലതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം? അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് നല്ലതൊന്നും ആ കഥയ്ക്ക് അത് അങ്ങനെയായി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോഴാണ് അത് മുഫ്തി സാർ കേട്ടിട്ടില്ലേ, ഡൽഹി രാഷ്ട്രീയത്തിൽ ഓപ്പൺ ഷോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കണ്ടിരുന്ന പടം ഞങ്ങൾ 2 തവണ കൊണ്ട് ഒരു ഗ്രൂപ്പിന് കണ്ടു. എങ്ങനെയുണ്ട് പടം? എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പാട്ട് ഇഷ്ടപ്പെടാൻ രണ്ടുപേരും പാടി ഞാൻ പഠിച്ചപ്പോ വേറെ പാട്ട് കിട്ടില്ല നമുക്ക്. ഓക്കെ, അടിപൊളിയാണ് പൊളിച്ചിട്ടുണ്ട്. ദീപ്തി പാടിയ പാട്ടല്ലേ? അതാ ദീപ്തി പാടിയ പാട്ടാണ്. ഒന്നും എനിക്കറിയില്ല പാട്ട് അടിപൊളി സൂപ്പറായിട്ട്. ഗോപിസുന്ദറാണോ മ്യൂസിക്? പാട്ടുകൾ ഗോപിസുന്ദറാണോ? പാട്ടുകൾ ഗോപിസുന്ദറിനാണോ മ്യൂസിക്? മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ മ്യൂസിക്? ചേട്ടാ ഇവിടെ ഈ ശ്യാം ചേട്ടനോടൊപ്പം ഇത്രത്തോളം ത്രൂഔട്ടൊരു ക്യാരക്ടർ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഔട്ട് കണ്ടപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതെങ്ങനെയുണ്ട്? നമ്മൾ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം പറഞ്ഞ പോലെ ഇത്തിരി പാടായിരുന്നു. പക്ഷെ വന്നപ്പോ അടിപൊളി. ആരാ പാട് വിട്ടത്? ആര് ശരിക്കും പാട് വിട്ടത് ഷൂട്ട് ചെയ്തത്? എല്ലാരും പാടിട്ട് നല്ല എല്ലാ പണിയും പാടുള്ള പണി തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതൊരു ഫണ്ണായിട്ട് പറഞ്ഞാണ്. ഞാൻ വേറൊരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു, ഈ പൂളിൽ വീഴുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കഥയുടെ ഒരു ഘട്ടത്തിൽ ഒറ്റ രാത്രി നടക്കുന്ന സംഭവമാണ് സിനിമയിൽ. പൂളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ കഥയിൽ മൊത്തം നനഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമിലാണ്. അപ്പൊ ഷൈൻചേട്ടൻ എപ്പോഴാ വന്നെ പോണെന്ന് ഒരു പിടിയിലാണ് നിൽക്കുന്ന സമയം വന്നു. അപ്പൊ ഷൈൻചേട്ടൻ വന്നിട്ട് പൂളിൽ വീഴാന്ന് ഞാൻ പറഞ്ഞു, അല്ല മുങ്ങി നിൽക്കാന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ അത്രയും നിറം നനഞ്ഞേക്കണം. ഷൈൻചേട്ടൻ ഇറങ്ങി വന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ പൂളിൽ മുങ്ങി കയറിയപ്പോഴത്തേക്ക് ഷൈൻചേട്ടൻ കാണാനില്ല. അപ്പൊ എവിടെയെന്ന് വെച്ചപ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിന്ന് പറഞ്ഞു. കുറച്ചേരം കാത്തിരുന്നു. പിന്നെ തലയൊക്കെ തുറത്ത് വെയിറ്റ് ചെയ്യാണ്. നോക്കുമ്പോ പാലയെന്ന് പുള്ളി എറണാകുളത്ത് വന്നേക്ക അടി എന്ന് പറഞ്ഞ പടം റിലീസായിരുന്നു. നോക്കുമ്പോ വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓർഡർ ഉണ്ട്. അങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ ചില കോമഡികളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിൽ തന്നെ. ഷൂട്ടിങ് നേരം വെക്കാറില്ലല്ലോ. ഇല്ല ഇല്ല, അത് അവരോട് പറഞ്ഞിട്ടാണ് പോണേ. 7 മണി പറഞ്ഞാൽ കറക്റ്റ് 7 മണിക്ക് തന്നെ വരും. പിറ്റേ ദിവസം 7 മണിക്ക്. നിങ്ങൾ രണ്ടുപേരാണെങ്കിലും ഷൈൻചേട്ടനാണെങ്കിലും ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത്, ചേട്ടനാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നത്. അപ്പൊ എന്നിട്ട് രണ്ടുപേരും ഒരേ സിനിമയിലെ ലീഡ്. ഞാൻ രാപ്പകലിന്റെ ഉറക്കി മൂന്ന് അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ ആനവാലി വെച്ചിട്ട് ശരിക്കും പറഞ്ഞ എടുത്തിട്ടുണ്ട് അവിടെ. രാപ്പകലിൽ ഓർമ്മയുണ്ടോ? അതാണ് ഫസ്റ്റ് പടം. എന്റെ വീടെ പോയിട്ടാണ് ഫസ്റ്റ് പടം. ഇല്ല, അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. എന്നാലും അപ്പൊ എന്റെ വിചാരം ഞാൻ എന്തോ ആക്ടർ ആണെന്നാണ്. കുറച്ചാൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ജൂനിയേഴ്സിന് കൊടുക്കുന്ന ചെറിയ ചെറിയ റോളുകൾ തന്നെയാണ്. ഓ, അതിൽ മണിച്ചേരന്റെ ചെറുപ്പകാലമായിട്ട് പാടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, അന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു സീനിന് വേണ്ടിയാണ് രാപ്പകലില് ചെന്ന് അഭിനയിച്ചിട്ട് വരുന്നത്. മമ്മൂക്കയുടെ സലീമേന്റെ കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഷൈൻചേട്ടനെ എനിക്കന്ന് പരിചയമൊന്നുമില്ല. കുറെ നാളിന് ശേഷം ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഷൈൻ ടോം നിൽക്കണമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ചിരിച്ചപ്പോഴാ പുള്ളി എടോ എനിക്ക് തന്നെ പണ്ട് അറിയാം, താൻ പണ്ട് റാപ്പെല്ലാം അഭിനയിക്കുമ്പോ ഞാൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴാണ് ഞാൻ ദൈവമേ ഈ പുള്ളിയൊക്കെ എന്നെ അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്യാവശ്യം നമ്മൾക്ക് ആൾക്കാരെ കണ്ടാൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കും. കഴിയുന്നത് മനഃപൂർവ്വം മറക്കാറില്ല അല്ലേ?
പറഞ്ഞപ്പോ അന്ന് നോട്ട് ചെയ്ത ഒരാളുടെ കൂടെ ഈ ഒരു പടം ഫുൾ അഭിനയിച്ചപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് പുള്ളിയുടെ ഭാഗ്യം. ആ വ്യക്തി ഇപ്പൊ സംവിധായകനും എഴുത്തുകാരനും കൂടിയാണ്. ചാൻസ് വെച്ചില്ല, ചാൻസ് വെച്ചുള്ള ചാൻസ് ഉള്ള ചിലപ്പോ അതിനിപ്പോ ഡേറ്റ് വയ്ക്കട്ടെ പുള്ളിയുടെ. പുള്ളി ഇപ്പൊ പടം ചെയ്തിട്ടുള്ള ആരോഗ്യം വെച്ചിട്ടാണ് ആദ്യത്തെ പടം തന്നെ ഈ അഭിനയിച്ചു. അപ്പൊ തന്നെ നമ്മൾക്ക് കുറെ പ്രതീക്ഷകൾ ഈ എഴുത്തുകാരൻ അഭിനയിക്കുന്ന പൃഥ്വിരാജ്. ആ അതിൽ 3 താരങ്ങൾ, പിന്നെ പുള്ളി, പിന്നെ ദുൽഖർ, പിന്നെ അടുത്ത പടത്തില് അത് വെടിക്കെട്ട്. അത് കഴിഞ്ഞിട്ടുള്ള അതില് ഞാൻ ഉണ്ടാവും. വെടിക്കെട്ട് എത്ര ദിവസം ഇത്രയും കൂടിയാലുണ്ട്, ലോകത്തിൽ കുറെ ഉണ്ടാവും. നമ്മുടെ പടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഷൈൻ ചേട്ടൻ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി ഡബ് ചെയ്തിട്ടുള്ള പടം കൂടിയാണ് താനാര. സ്ഥലത്ത് MLA, പൊളിറ്റീഷ്യൻ അല്ലേ, അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരിക്കും. എല്ലാവർക്കും ആ വ്യക്തതയുടെ ആവശ്യമില്ല അല്ലേ? ശരി. പലരും ഈ സൗണ്ട് ഡയലോഗ് ഡെലിവറി പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ അത് ഓരോ ക്യാരക്ടറിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം സൗണ്ടിൽ. അല്ലാതെ വേഷത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടായിട്ടും സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടായിട്ടും മറ്റേ വ്യക്തമായിട്ട് എല്ലാത്തിനും ഒരേപോലെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൗണ്ടിലും ആ വ്യത്യാസം വരണ്ടേ? സംസാരത്തിലും നമ്മുടെ ഇടയിലുള്ള എല്ലാവരും വ്യക്തപുഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ? കൃത്യതയോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലല്ലോ. ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ട്രോൾസ് ഒക്കെ കണ്ടിരുന്നു കാണാതെ കാണുമ്പോഴൊരു രസം. അതിനൊരു റിപ്ലൈ കൊടുക്കണമെന്ന് അതിന് ഞാൻ അത്യാവശ്യം പറയുന്നുണ്ട്. അവര് മെയിനായിട്ട് കുമാരിയുടെ കാര്യമാണ് പറഞ്ഞത്. കുമാരിയുടെ ആ ക്യാരക്ടർ ആളുകളോട് സംസാരിക്കുക, അത് ഭയങ്കര ഉള്ളുവലിഞ്ഞ ഒരാളാണ്. മനസ്സിലായോ? ആദ്യമായിട്ട് കുമാരിനോട് സംസാരിക്കണം. അപ്പോ ആ വ്യക്തതയല്ലേ അയാൾക്ക് ഉണ്ടാവുള്ളൂ. അയാൾ ഉള്ളുന്ന സംസാരിക്കണം, അല്ലാതെ ചുണ്ടുങ്ങ ആവൊക്കെ ഉപയോഗിച്ചിട്ടല്ല. സ്ഥിരമായി സംസാരിച്ച ആ വ്യക്തത വരുള്ളൂ. അക്ഷരസ്ഫുടത. അയാൾ അല്ലെങ്കിൽ മലയാളം വിദ്വാനല്ല, ഭയങ്കര കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞ സിനിമ. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലേക്കാണ് അല്ല പടം കണ്ടൊരു ചോദിക്കും. ഡയലോഗ് തീരെ ഡയലോഗ് അടിക്കുന്നത് ആരെ വെടിവെക്കുന്നത്? ഞാൻ വെടിവെക്കുന്നില്ല പടത്തില്. സോഫയില് കൊള്ളല്ലേ വെടി ഉണ്ടോ? ഞാൻ വെച്ച വെടിയല്ല. ഓ അതാണ് പറഞ്ഞത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും വ്യക്തത ഉണ്ടായിരിക്കും. ദീപ്തി വെച്ച വെടിയാ. അല്ല അപ്പൊ തിയേറ്റർ വന്നിട്ട് പറയണ്ടല്ലോ. അത് അതിന് മുന്നേ ബാംഗ്ലൂർ റൈഫിൾ ക്ലബിൽ നിന്ന് ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ വാങ്ങിയവനാണ്. അത് അവിടെ ഞാൻ വെടിവെക്കുന്നില്ല. വേണ്ടി വെടിവെക്കുന്നതാണല്ലോ. നീ എങ്ങനെ ഓടിയാലും ഞാൻ എന്റെ വെടിവെക്കുന്നില്ല, തല വെടിവെച്ചിടുന്നു. വെടിവെച്ചിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങള് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറയേണ്ട പേര്. അതെ, ആ പടത്തിൽ ഞാൻ വെടിവെക്കുന്നില്ല. തോക്കെടുത്ത് കൈപിടിച്ചിടണമെന്നുള്ളൂ. വെടിവെച്ചത് ദീപ്തിയാ. അതാണ് സോഫയെ കൊള്ളുന്നത്. ഇറ്റലിയിൽ നിന്ന് വാങ്ങിയ സോഫ. എന്തായാലും നന്നായി മനസ്സിലായി. വേറെ ആരും കണ്ടല്ലോ. ഇപ്പൊ ഭീമന്റെ വഴി കണ്ടു. ഇപ്പൊ പടം കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭീമന്റെ വഴിയിൽ കണ്ട ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ താനാരയിലേക്ക് വരുമ്പോ ശരിക്കും അങ്ങനെ വല്ല വ്യത്യസ്തതയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നും ഇല്ല. പക്ഷെ അതിന് എന്താ പറയാ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കോമഡി ഉടനീളം ഉള്ളൊരു സിനിമയിൽ കോമഡി ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എനിക്കുള്ളത്. അത് എനിക്ക് വലിയ വ്യത്യാസമാണ്. അവർക്ക് വ്യത്യാസമാണെങ്കിൽ എനിക്കറിയില്ലല്ലോ. പടം കണ്ടിട്ടില്ല. കാണാത്തവർക്ക് വേണ്ടിട്ട്, അതായത് പ്രതീക്ഷിച്ച് വരുന്നത് ഇതില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ വേറെ പടങ്ങളില്. അല്ല, ഇതുവരെ ചിന്നുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നുവിൽ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലാത്തൊരു ക്യാരക്ടറാണ് ഇതില്. എന്താ അല്ല ശരിയാണ്, ക്യാരക്ടർ വ്യത്യാസം.
സാറ് മുമ്പത്തെ പടങ്ങള് കണ്ടിട്ടുള്ള ഞാൻ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി കണ്ടുണ്ടോ? പിന്നെ ഇന്ദ്രപ്രസ്ഥ കണ്ടുണ്ടോ? ഇന്ദ്രപ്രസ്ഥ അന്ന് 9 പഠിക്കുമ്പോ അന്ന് ഇന്റർനെറ്റ് ഒക്കെ ആദ്യമായിട്ട് വരണല്ലേ, മോർഫിംഗ് ലേക്ക് ഓഫ് ഇന്ദ്രപ്രസ്ഥ സിമ്രാൻ ആദ്യമായിട്ട് വന്നത്. സിമ്രാന്റെ ആദ്യത്തെ പടം മലയാളത്തിലല്ല, ആദ്യം അഭിനയിക്കുന്ന പടത്തില് ഏതാണെന്നറിയില്ല ഇവിടെ ആദ്യം പടമല്ലേ സിമ്രാന്റെ, അതിനാണ് തമിഴിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയത്. മറ്റേ ഹരിദാസാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി. കെട്ടിയ വീട്ടിൽ പോയി അല്ലേ പെണ്ണ്? കഥ പറയാൻ വരുമ്പോ അങ്ങനത്തെ ഒരു ഫീലിനെ പ്രതീക്ഷിച്ചോ? അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ഇല്ല ഇല്ല, ഇപ്പൊ തന്നെ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ.